84 ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്ന ശേഷം ജനവിധി പ്രകാരമാണ് ആര്യൻ കദൂരി എന്ന 23-കാരൻ ഷോയിൽ നിന്ന് എവിക്റ്റ് ആയത്. ഈ സീസണിൽ ഏറ്റവും നല്ല ഗെയിമറിൽ ഒരാളായിരുന്നു ആര്യൻ. അവതാരകൻ മോഹൻലാൽ പോലും ആര്യൻ പുറത്താകേണ്ട വിഷമമുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം ആര്യന് നൽകിയ യാത്രായയപ്പിൽ നിന്ന് വ്യക്തമാണ്. സിനിമ ലക്ഷ്യമിട്ട് ബിഗ് ബോസിലെത്തിയതായിരുന്നു ആര്യൻ. പ്രതീക്ഷിച്ചതുപോലെ പ്രേക്ഷകർക്കിടയിലേക്ക് തൻ്റെ പേര് എത്തിക്കാനും ആര്യന് കഴിഞ്ഞു. എവിക്റ്റായി പുറത്തായപ്പോൾ അനുമോളോട് യാത്ര പറയാതിരുന്നതിന് പിന്നാലെ കാരണവും താനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മറുപടി നൽകിയ ആര്യൻ നൽകിയ അഭിമുഖത്തിൽ അനുമോളെ കരുതിക്കൂട്ടി അവഗണിച്ചതല്ലെന്നും തനിക്ക് പറ്റിയ പിഴവാണെന്നും ആര്യൻ പറയുന്നു. അനുവിന് ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാത്തതിൽ ഒരു വിവാദമുണ്ടായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ അനുവിനെ ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതിരുന്നതിന് പകരം വീട്ടാൻ വേണ്ടിയല്ല, പകരം വീട്ടിയതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് അറിഞ്ഞുകൊണ്ട് ചെയ്ത പ്രവൃത്തിയായിരുന്നില്ല. ആദിലയ്ക്ക് ഹഗ് കൊടുത്തതിന് ശേഷം ഞാൻ അക്ബറെയാണ് നോക്കിയത്. അവൻ കരയാൻ തുടങ്ങുമായിരുന്നു. അവൻ്റെ അടുത്തേക്ക് പോയി ആശ്വസിപ്പിക്കുക എന്നായിരുന്നു എൻ്റെ നെക്സ്റ്റ് പ്ലാൻ. പക്ഷേ അതിനിടയിലേക്ക് അനീഷേട്ടൻ കൈ കാണിച്ചു. ശേഷം അനീഷേട്ടൻ്റെ കൈ പിടിച്ച് ഹഗ് ചെയ്തു. പിന്നെ ഞാൻ നേരെ പോയത് അക്ബറിൻ്റെ അടുത്തേക്കാണ്. അതുപോലെ അനുമോളെ ഞാൻ കണ്ടില്ല. അവൾ പെട്ടെന്ന് എനിക്ക് ബ്ലൈൻഡ് സ്പോട്ടായി പോയി. ഞാൻ പുറത്താകുന്ന വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങാൻ നേരം എല്ലാവരും എന്നെപ്പോലെയും അനുമോളെയും ഞാൻ കെട്ടിപ്പിടിച്ചിരുന്നു. പക്ഷേ അത് എപ്പിസോഡിൽ കാണിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ വ്യക്തിവൈരാഗ്യം തീർത്തു എന്ന് ആളുകൾ പറയുന്നത്. തകര്യൻ, ഹീറോയിനായ ആര്യൻ എന്നൊക്കെ രീതിയിൽ അത് പ്രചരിക്കുന്നുണ്ട്. എനിക്ക് ഹീറോ ഒന്നും ആകണ്ട. അങ്ങനെ ആകാൻ താല്പര്യവുമില്ല. അനുമോളെ മിസ്സായി പോയതാണ്. ഇനി അനുവിനെ കണ്ടാൽ ഞാൻ കെട്ടിപ്പിടിക്കും. എനിക്ക് അതിൽ യാതൊരു കുഴപ്പവുമില്ല. അതൊരു ഗെയിം ഷോ എമല്ലേ. ആ സർക്കിളിൽ നിന്ന് പുറത്തു വന്നാൽ നമ്മൾ എല്ലാവരും 2 കൈ നീട്ടി സ്വീകരിക്കും. തക്കാളിക്ക് വേണ്ടിയും ഉള്ളിക്ക് വേണ്ടിയും ആരെങ്കിലും റിയൽ ലൈഫിൽ ഫൈറ്റ് ഉണ്ടാകുമോ? എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. വെറുപ്പിൻ്റെ ലോകത്ത് സ്നേഹം പകരുന്നത് എന്നാണല്ലോ അത് സംഭവിച്ച് ചെയ്യാനും എനിക്കിഷ്ടം. അതുപോലെ സജാരത്തിൻ്റെ കാര്യത്തിലും അനു യഥാർത്ഥ ലൈഫിലും ഇങ്ങനെ തന്നെയാണോ അതോ ഗെയിം സ്ട്രാറ്റജിയാണോ എന്നൊന്നും എനിക്കറിയില്ല. അക്ബറിനെ ഞരമ്പ് രോഗിയും ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഞരമ്പ് രോഗിയുമെല്ലാമെന്ന് അനു വിളിച്ചിരുന്നു. അതൊക്കെ എന്ത് വാക്കാണ്. പുരുഷന്മാർ സമൂഹത്തിൽ എങ്ങനെയാണ് പലയിടങ്ങളിലും ട്രീറ്റ് ചെയ്യപ്പെടാറുള്ളത്. അതുപോലെ പുറത്തു വന്നപ്പോൾ ഞാൻ ചില ഇമേജസ് കണ്ടിരുന്നു. എൻ്റെ തുണിയില്ലാത്ത ഫോട്ടോകൾ വരെയുണ്ട്. മോർഫ് മോർഫ് ചെയ്ത ഇമോജികൾ നിരവധിയുണ്ട്. കൂടാതെ സൈബർ ബുള്ളിങ്ങും. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? 23 വയസ്സുള്ള പയ്യൻ അവൻ്റെ ഭാവി സെറ്റാക്കാൻ വേണ്ടി ഒരു ഷോയിൽ പോയി. എൻ്റെ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും റെസ്പെക്റ്റ് ചെയ്യുമെന്ന് കരുതിയാണ് ഞാൻ പോയത്. അത് ചെയ്യുന്നുണ്ടെങ്കിലും ഞാനൊരു ഡാർക്ക് സൈഡ് ഉണ്ട്. ഞാൻ നെവിനെ കിസ് ചെയ്യുന്നത് വരെ എഐ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആളുകൾ. ഞാൻ ചില നടിമാർക്കൊപ്പം തുണിയില്ലാതിരിക്കുന്ന ഫോട്ടോസുകളും വന്നിട്ടുണ്ട്. ഞാൻ ആകെ ഡൗൺ ആയിരുന്നു എന്ന് ആര്യൻ പറയുന്നു.